ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു റെഡ് വെൽവെറ്റ് ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 2.5 കിലോ വെയിറ്റുള്ളൊരു കേക്കാണ്. ഇതെനിക്കൊരു ഓർഡർ കിട്ടിയ കേക്കായിരുന്നു. ഞാൻ ഈ കേക്ക് ചെയ്തത് 1.5 കിലോ കേക്ക് താഴെ ബേസായിട്ട് ചെയ്തിട്ട് 1 കിലോ കേക്കാണ് ബാർബി ഡോൾ കേക്കായിട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1.25 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 9 ഇഞ്ചിൻ്റെ ഒരു മോൾഡും പിന്നെ 7 ഇഞ്ചിൻ്റെ ബാർബി ഡോൾ കേക്കിൻ്റെ മോൾഡുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും മൈദമാവ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ച് പാത്രം റെഡിയാക്കി വയ്ക്കാം. ഈ സമയത്ത് ഞാൻ OTG പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതല്ല നമ്മൾ കുക്കറിലോ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതും ചൂടാക്കാനായിട്ട് വെക്കണം. 2 പാത്രവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3.25 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 3.25 കപ്പാണ് എടുത്തത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 2.5 ടീസ്പൂണാണ്. 1.25 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ലൈറ്റ് കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം ഈ മാവ് നന്നായിട്ട് അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത് തന്നെ കേക്ക് ഉണ്ടാക്കണം. എന്നാലേ ഇതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും എല്ലാം മാവിൽ നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ മാവ് 1 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇനി 2 പ്രാവശ്യം കൂടെ അരിച്ചെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ബീറ്റ് ചെയ്യാം. അതിനുശേഷം 3.25 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് 3.25 കപ്പ് എടുത്തത്. പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1.25 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ച മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യണം. കട്ടയൊന്നും വരാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് പാടായിരിക്കും ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലും കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അവസാനമാകുമ്പോൾ മാവ് നല്ല കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ബട്ടർ മിൽക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം എടുത്ത് വെച്ച ബട്ടർ മിൽക്ക് കുറേശ്ശായിട്ട് ബട്ടർ മിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൂപ്പർ റെഡാണ് എടുത്തത്. അതൊരു 5-6 ഡ്രോപ്സ് ഒഴിക്കേണ്ടി വരും. നല്ല കളറാകുന്നത് വരെ ഒഴിച്ചു കൊടുക്കണം. അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം പാത്രത്തിലേക്ക് ഒഴിക്കാം. ഡോൾ കേക്കിൻ്റെ പാത്രത്തിലും ഒഴിക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 2 പാത്രവും നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട്
OTGയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ 180 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കത് പൈപ്പിംഗ് ബാഗിൽ വയ്ക്കാനായിട്ട് കുറച്ച് ആദ്യമേ തന്നെ മാറ്റി വയ്ക്കുവാണ്. ഇതിൽ നമുക്ക് ക്രീം ചീസ് ചേർക്കാനുള്ളതുകൊണ്ട് ആദ്യം ഇതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കളർ ചേർക്കാനാണ്. റെഡ് കളർ ചേർത്തിട്ട് നമ്മൾ ബാർബി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് റെഡ് കളർ ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. വിപ്പിംഗ് ക്രീം എല്ലാം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. വലിയ പാത്രത്തിൽ വെയിറ്റ് കൂടിയ കേക്ക് ആയതുകൊണ്ടായിരിക്കും 1 മണിക്കൂർ എടുത്ത് ഇത് ബേക്കായിട്ട് കിട്ടാനായിട്ട്. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. ഇതും മോൾഡിൽ നിന്നും മാറ്റാം. ഇനി ഇത് 3 ലെയറായിട്ട് ഞാൻ വലിയ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബാർബി ഡോൾ കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രീം ചീസാണിത്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ക്രീം ചീസാണ്. 2 കവർ പാലിലാണ് ഇത്രയും ക്രീം ചീസ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിലിട്ടിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഞാൻ ഈ കേക്ക് സ്റ്റാൻഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ചിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ്. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ക്രീം വെച്ച് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ ചെയ്യാം. രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. 3 ലെയർ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്രം കോട്ടിങ് ചെയ്ത ശേഷം അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്ത ബാർബി ഡോൾ കേക്ക് അതുപോലെ തന്നെ ആദ്യത്തെ ലെയർ വെറ്റ് ചെയ്ത് കൊടുക്കാം. മറ്റേ കേക്ക് ചെയ്ത പോലെ തന്നെ ഇതിലും ക്രീം വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ വയ്ക്കാം. ഇതുപോലെ ബാർബി ഡോൾ കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. ഇനി ആദ്യത്തെ കേക്ക് എടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ പൊടി, നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഭാഗം മുറിച്ച ശേഷം ഇതുപോലെ ഒന്ന് പൊടിയാക്കാനായിട്ട് മാറ്റി വെക്കണം. അത് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്റ്റാർ നോസിൽ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ബെൽറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ബെൽറ്റ് എപ്പോഴും ചെയ്യുന്നത്. ഇതുപോലെ ആദ്യം താഴേക്ക് ഒരു വര കൊടുത്ത ശേഷം ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ചെയ്താണ് ഞാൻ ഈ ബെൽറ്റ് ചെയ്യുന്നത്. ഇതുപോലെ മുഴുവനും ചെയ്താൽ മതി. നല്ല ഭംഗിയുള്ള ബെൽറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ബെൽറ്റിൻ്റെ നോസിലൊന്നും വേണ്ട. ഇതുപോലെ സ്റ്റാർ നോസിലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള ബെൽറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്കിനി ബാർബി കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ബാർബി ഡോള് വയ്ക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് റെഡ് കളർ വിപ്പിംഗ് ക്രീം നിറച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലവർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ കൊടുക്കുന്നത്. സാധാരണ റോസ് ഫ്ലവറാണ് കൊടുക്കുന്നത്. മുടുപ്പിൽ നിറയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഡോൾ കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.